വാക്യം കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുന്നില്ല. മാറ്റമില്ലാത്ത വാഗ്ദത്തം ദൈവജനം നാം പഠിക്കുമ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറയുമ്പോൾ മാറ്റമില്ലാത്ത വാഗ്ദത്തമാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലേഖനം 6-ാം അധ്യായം 18-19 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ അവസരത്തിൽ വായിക്കുന്ന വാക്യങ്ങളാണ്. അവിടെ നാം വായിക്കുന്നുണ്ട്, മാറാത്ത പ്രത്യാശ, അൺചേഞ്ചബിൾ ആയിട്ടുള്ള ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ആത്മാവിന്റെ നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടക്കുന്നതുമാകുന്നു എന്ന് നാം വായിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കേവലം ഒതുങ്ങി നിർത്തുന്നതല്ല, അത് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ നാം വായിക്കുന്നതിനെയാണ്, അവിടേക്ക് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മൽക്കീസേദെക്കിനെ പോലെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള പുരോഹിതനായി അവിടേക്ക് കർത്താവായ യേശു പോയിരിക്കുന്നു. അവിടേക്ക് നമ്മെ ചേർത്തുകൊണ്ട് ഇരിക്കുകയാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. ആ രാജ്യത്തിൽ നാം പാടിയ പോലെ അക്കരെ ഒരു വലിയ സംഗമം നടക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പേര് ആ മഹാസംഗമത്തിൽ, ആ മഹാസമ്മേളനത്തിൽ കാണും? രക്ഷിക്കപ്പെട്ട് അനുഗ്രഹീതമായി പ്രത്യാശയിൽ ജീവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ യാതൊരു സംശയമില്ല, ഒരു പക്ഷേ ക്രിസ്ത്യാനിയായിരിക്കാം, പക്ഷേ ബുദ്ധിയില്ലാത്ത കന്യകയെ പോലായി തീർന്നാൽ തള്ളപ്പെട്ടു പോകും, സംശയമില്ല. അതുകൊണ്ട് യഥാർത്ഥമായി കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷ കൈവരിക്കാനായി നമുക്കിടയായി തീരണം. അവസാനമായി ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അൺചേഞ്ചബിൾ ആയിട്ടുള്ള മറ്റൊരു സംഗതി, അത് നാം ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, എന്നാൽ വരുവാനുള്ളതിനെ നാം പ്രത്യാശിക്കുന്നു, അന്വേഷിക്കുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, ഇവിടെ എല്ലാം ഇളകുന്നതാണുള്ളത്. ഈ നഗരങ്ങളെല്ലാം ഇളകും, എത്ര സുസ്ഥിരമായി പണിതാലും ഇളകിപ്പോകും, ഇതെല്ലാം ഇടിഞ്ഞു വീഴും, സംശയമില്ല. ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇളകാത്ത ഒരു രാജ്യത്തെയാണ് നാം കാത്തിരിക്കുന്നത്. അനേക ദൈവഭക്തന്മാർ അവർ തങ്ങളുടെ ദീർഘദൃഷ്ടിയിൽ അവരുടെ മരണം വരെയല്ല, മരണത്തിനപ്പുറം നിശ്ചിതയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇളകാത്ത രാജ്യത്തെ കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ഇടയായിരിക്കും. പ്രിയപുരുഷനും അങ്ങനെ തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമയലാത്തവരുടെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതവും എന്നുമായി കർത്താവ് എന്തിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ കേവലം ഒരു ഉറക്കം പോലെ, ഒരു നിഴല് പോലെ, ഒരു പുല്ല് പോലെ, ഒരു നെടുവീർപ്പ് പോലെ എന്റെ ജീവിതത്തിലൂടെ കഴിക്കുകയാണ്. എന്തിനാണ് കർത്താവെ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്? ഞാൻ യഥാർത്ഥമായി ദൈവദാസനായ മോശ പറഞ്ഞതുപോലെ, ദൈവമേ, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അത് പറയാനായിട്ട് നമുക്കിടയിൽ തീരണം. നാം ഇവിടെ പാർക്കുമ്പോഴും ദൈവം നമ്മുടെ സങ്കേതം. അത് മാത്രമല്ല, ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാലും കർത്താവ് പറയുന്നത് പോലെ കർത്താവ് ഒരുക്കിയ ആ നഗരത്തിൽ, ആ സങ്കേത നഗരത്തിൽ നിലനിൽക്കുന്ന ആ രാജ്യത്തിൽ നാം കാണപ്പെടാനായിട്ട് ഇടയായി തീരണം. ഇന്നിവിടെ കാണുമ്പോൾ എല്ലാവർക്കും ആ നിലയിൽ ഒരിക്കലും മാറാത്ത അനുഗ്രഹീതമായി പ്രത്യാശ കൈവരിക്കാനായിട്ട് ഇടയായി തീരട്ടെ. നമുക്ക് മാറാത്ത ഒരു ദൈവമുണ്ട്, നമുക്ക് മാറാത്ത ഒരു കർത്താവുണ്ട്. അവന് യാതൊരു മാറ്റവുമില്ല, ഒരിക്കലും മാറ്റാൻ കഴിയാത്ത തിരുവെഴുത്ത് നമുക്കുണ്ട്. അവന്റെ അനേക വാഗ്ദത്തങ്ങൾ മാറിപ്പോകാത്തത് നമുക്കുണ്ട്. ഇതൊക്കെ നമുക്ക് ആശ്രയിക്കാം. അവസാനമായി അതിഥ്യരാജ്യം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ആ പ്രത്യാശയോടുകൂടി തന്നെ പിതാവിനെ നമുക്ക് യാത്രയാക്കാം. പിന്നാലെ നമുക്കും പോകാനായിട്ട് വരികയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന്റെ വചനം അതിന് മതിയായതാണ്. കർത്താവ് വിധങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. കഴിച്ച വലിയ ആലോചന സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും അന്വർത്ഥവുമായിത്തീരട്ടെ. വാട്ടർ ടാങ്ക്സ് ഭവനത്തെ പ്രതിനിധിച്ച് പ്രിയ ബാബു ഉണ്ണി അത് സംസാരിക്കുന്നതായിരിക്കും. ഒരു പ്രതിനിധി എന്ന നിലയിൽ വാട്ടർ ടാങ്ക്സ് പറയുവാനാണ് എനിക്ക് അവസരം നൽകിയിരിക്കുന്നത്. അതിൽ നിന്നും വ്യതിചലിച്ച് ഒരു 2 മിനിറ്റ് അനുശോചന പറയുവാൻ തരണം എന്ന് സഭയുടെ നടത്തുകാരോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ കടന്നുപോയിരിക്കുന്ന പിതാവിനെ പറ്റി
രണ്ട് വാക്ക് ഞാൻ പറഞ്ഞിട്ടായെങ്കിൽ അത് നന്ദി കേടാണ് എന്ന് ഈ സമയത്ത് ഓക്കെയാണ്. 1972 ഞാൻ ഈറോഡിന്റെ പ്രദേശത്തേക്ക് പോവുകയും ആദ്യ കാലങ്ങളിൽ എനിക്ക് ഈ ഇളമ്പൽ പ്രദേശത്തു നിന്ന് കടന്നുപോയി അവിടെ ലഭിച്ച ഒരു ബാലപാഠങ്ങൾ എന്റെ ജീവിതത്തില് ഇന്നത്തോളം ഈ ദിവസം വരെ ആത്മീയവും ഭൗമികവുമായ അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്ക് പ്രിയ മാവന്റെ വാക്കുകളും പ്രാർത്ഥനയും എനിക്ക് വഴികാട്ടിയായിരുന്നു എന്നുള്ള സംഗതി എനിക്ക് മാത്രമല്ല ഞാൻ അറിയപ്പെടുന്ന എന്റെ കൂട്ടുകാര്, സുവിശേഷകര്, പരിചയക്കാര് അവരോടൊക്കെ പങ്കുവയ്ക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വേലായുധൻ സഹോദരൻ പറഞ്ഞു, പലരും പറഞ്ഞു കേട്ടു, എന്നാൽ എനിക്ക് അതിലോട്ട് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. 1972 ഞാൻ ഈറോഡ് ചെല്ലുമ്പോൾ ഈറോഡ് സൂലമട്ടി വലസില് ഒരു സുവിശേഷ കൂട്ടമുണ്ടായി. ആ കൂട്ടത്തിലേക്ക് SPB കോളനിയിൽ നിന്ന് കടന്നു പോവുകയും ആ സഭയുടെ ശുശ്രൂഷകൾ വഹിച്ചുകൊണ്ട് ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ട രൂപത്തിൽ പ്രവർത്തിക്കുകയും നശിച്ചു പോകുന്ന ജനങ്ങളിൽ നിന്ന് അനേകരെ ഈ നിത്യതയിലേക്ക് വലിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ ജീവനുള്ള ശക്തിയുള്ള വചനത്തെ ഘോഷിപ്പാൻ പ്രിയ മാവന് അവസരം നൽകി അനേകരും ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനും ഇടയായി. അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി തൃച്ചങ്കോട് കൂട്ടപ്പള്ളിയില് ഒരു സഭാ കുടിവരവ് ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഭൗമിക കൂട്ടായ്മയ്ക്കായി എനിക്ക് മസ്കറ്റിലേക്ക് എഴുതുകയും ഞാൻ അവന് കൂട്ടായ്മ കൊടുത്തപ്പോൾ ഞാൻ മാവനോട് പറഞ്ഞു, ഇത് വലിയ ഒരു ബിസിനസ്സാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും കൊടുത്താൽ അനേക ഇരട്ടി അവിടെ ലഭിക്കും. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങള് ബന്ധക്കാരെയും സ്വന്തക്കാരെയും വലയും വെള്ളവും ഒക്കെ വിട്ടു വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് സ്വർഗത്തിൽ എന്ത് കിട്ടും എന്ന് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ചോദിച്ച വാക്കുകളാണ്. കർത്താവ് അവിടെ പത്രോസിനോട് പറയുന്നു, 100 ഇരട്ടി കിട്ടും. മാവനോട് ഞാൻ പറയുവാനിടയായി 100 ഇരട്ടിയുടെ പരിപാടിയാണല്ലോ എന്ന്. അങ്ങനെ ദീർഘനാള് തമിഴ്നാടിന്റെ ആ പ്രദേശത്ത് ഈ വലിയവനായ ദൈവത്തിന്റെ വചനം അനേകരിൽ കേൾപ്പിക്കാനും ഒരു പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് ഭാഗവാക്കുകളാവാനും പ്രിയ ദൈവദാസന് ദൈവം കൃപ നൽകി. അതിനുശേഷം വേല വിരമിച്ച് ഇവിടെ കടന്നു വന്നു. ഈ ചെമ്മന്തൂർ സഭയോട് അനുബന്ധിച്ചും ആത്മീയ ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയില് വീക്കെൻഡില് ഞാൻ പ്രിയ സഹോദരനെ വിളിച്ചിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. സിൻസ് ലാസ്റ്റ് 2 yearsല് 2 weeksല് പ്രിയ പിതാവിന് കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഭാരപ്പെട്ടു. ഞാൻ പറഞ്ഞു, നമ്മള് ഭാരപ്പെടേണ്ട കാര്യമില്ല, പുള്ളി എല്ലാം തയ്യാറായിരിക്കുകയാണ്. താൻ പ്രിയപ്പെട്ട കർത്താവിനോട് കൂടെ ആയിരിക്കാൻ കാക്ഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്, ഞാൻ ജഡത്തിലിരിക്കുന്നതോ ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നതോ ഓർത്തുകൊണ്ട് എന്റെ ഉള്ളം ഞെരുങ്ങുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പ്രിയ പിതാവ് ഇതിലേത് നേടേണ്ടി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമാപനം കുറിച്ചുകൊണ്ട് വലിയവനായ ദൈവത്തിന്റെ ചേരുവാൻ ആകാംക്ഷയോട് കടന്നുപോയിരിക്കുന്ന ഈ പിതാവിന് എല്ലാവിധ നന്മകളും എല്ലാവിധ ശുഭങ്ങളും ആശംസിക്കുകയാണ്. ഭവനത്തില് ജഡത്തിൽ നിന്ന് വിയോഗം, ജഡത്തിലായിരിക്കുന്ന നമ്മൾക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അവർക്കും സ്വർഗീയ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ
കരുണ തന്ന് നിങ്ങളെയും എന്നെയും ആശ്വസിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നമ്മളെ എല്ലാവർക്കും ഒരു കാര്യം നിശ്ചയമാണ്, മരണം നിശ്ചയമാണ്. ബട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സംഗതിയുണ്ട്. ഈ പ്രവർത്തനത്തിന് ഒരു വാല്യുവേഷൻ നടക്കുന്നുണ്ട്. 68, 78, 86 ഇതെല്ലാം നമുക്ക് ലഭിച്ച അവസരങ്ങളാണ്. അതിന്റെ വാല്യുവേഷൻ നടക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കാതിരിക്കാൻ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കേറുന്ന പ്രതിഫലത്തിന്റെ പ്രവൃത്തികൾക്കായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ കാലങ്ങളെയും തീർപ്പാൻ വലിയവനായ ദൈവം നിങ്ങൾക്കും എനിക്കും സാവകാശം നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വോട്ട് ഓഫ് താങ്ക്സിനോട് അനുബന്ധിച്ച് ഈ വലിയവനായ ദൈവം ഈ പ്രിയ മകന് ഇത്രത്തോളം ആയുസ് കൊടുത്ത് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് കാലങ്ങളെ തീർപ്പാൻ വലിയവനായ ദൈവം കൃപ ചെയ്ത ആ വലിയവനായ ദൈവത്തിന് 100,000 നന്ദി കരയറ്റുകയാണ്. അതിനുശേഷം ഈ പ്രിയ മകൻ ഈ ലോകത്ത് ഇത്രത്തോളം കാലങ്ങളായിരിക്കാൻ വേണ്ടുന്ന ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും എല്ലാ ദൈവദാസന്മാർക്കും ദൈവം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. അനേക സുവിശേഷകന്മാർക്കും വളരെ ഇതായിട്ട് പ്രവർത്തിപ്പാനായി ദൈവം കൃപ നൽകി അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും വേണ്ടുന്ന അനുഗ്രഹങ്ങളും കൃപകൾക്കുമായിട്ട് നന്ദി കരയുകയാണ്. ഇവിടെ ആത്മീയവും ഭൗമികമായ കൃപകളാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഓരോ ദൈവമക്കൾക്കും കൃപ ചെയ്തു അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ പ്രിയമകന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന ഭൂമിയിലെ വിശുദ്ധന്മാര്, അവന്റെ വൃതന്മാര്, സുവിശേഷകര്, ദൈവമക്കള്, ഇതിന്റെ നടത്തിപ്പുകാര്, അവർക്ക് എല്ലാവർക്കും ഏകം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇങ്ങനെ ഈ ഹാള് ഇതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളും ചെയ്തു തന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് വലിയവനായ ദൈവത്തിന്റെ നാമത്തിൽ നന്ദിയെ പ്രകടിപ്പിക്കുകയാണ്. ഇതിനു വേണ്ടി വാഹന സൗകര്യങ്ങൾ കഴിയുന്ന എല്ലാവിധ നന്മകളും എല്ലാവിധ അറേഞ്ച്മെന്റും ചെയ്തു തന്ന എല്ലാവർക്കും നന്ദിയെ പ്രകടിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് ഇവിടെ കടന്നു വന്ന് ഗാന ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ സൗണ്ടും വെളിച്ചവും ഒക്കെ തരുവാൻ അതിനും പ്രവർത്തിച്ച ഓരോരുത്തർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുകയാണ്. ഇനി അതല്ല, ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ സംസ്കാര ശുശ്രൂഷയോട് അനുബന്ധിച്ച് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദിയെ സ്നേഹവും ഞാനല്ല, നിങ്ങൾക്ക് വലിയവനായ സ്വർഗത്തിലെ ദൈവം പ്രതിഫലം അർക്കുന്നതാണ്. ഏറുന്ന പ്രതിഫലങ്ങളാണെന്ന് നിങ്ങളെ തൃപ്തിയാക്കട്ടെ. വലിയവനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അവസാനിച്ചിരിക്കുകയാണ്. ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സമയം ഏറെ ബാധിച്ചു. അല്പം മുന്നോട്ട് പോയി എങ്കിലും പങ്കെടുത്തവർ ഒരുവിധം കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ചതിൽ അവർക്ക് നന്ദി അറിയിക്കുന്നു. കർത്താവ് ആ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ അതനുഗ്രഹമായി ചേർത്ത് തുടർന്ന് സെമിട്രിയിലേക്ക് പോവുകയാണ്. സെമിട്രി മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട് ഇവിടെ നന്ദി. ഒരു 2 പ്രധാനപ്പെട്ട പോകുമ്പോൾ സ്വാഗതം ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് ഒരു 2 മുകളിലോട്ട് വരുമ്പോൾ മൊത്തമ പള്ളി സെമിട്രിയുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സെമിട്രി. കഴിയുന്നവരെല്ലാവരും അവിടെ കടന്നു വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അത് അനുഗ്രഹമായിരിക്കും. മാത്രമല്ല, നാളെ വൈകിട്ട് ഭവനത്തിൽ വെച്ച് 6 മണിക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. അതിന്
കഴിഞ്ഞ് എല്ലാവരും കടന്നു വരുമെന്ന് അറിയിക്കുന്നു. നമ്മെ സഹായിക്കുന്നതാകട്ടെ. ഇപ്പോൾ നാം കർത്താസിനുള്ള ബഹുമാന സൂത്രമായി ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേണം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലോ മരണത്തിൻ ഘോരതര വിഷപ്പല്ലോ ഇനിതെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കും നായകനായി ഞാനും എന്നേക്കും ജീവിക്കയാ. എന്റെ യേശു ജീവിക്കും നായകനായി ഞാനും എന്നേക്കും ജീവിക്കയാ. ജീവി തന്നെ ഒരു ജീവിതത്തിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസന്റെ സർവസംസ്കാര ശുശ്രൂഷ ഇത്ര അനുഗ്രഹിക്കുകയും കർത്താവ് സഹായിച്ചതിന് സ്തോത്രം. പ്രകൃതി അവിടുന്ന് അനുകൂലമാക്കുന്നതിന് സ്തോത്രം. അനുസരണം പറഞ്ഞ എല്ലാ കർത്തദാസന്മാരെയും സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവ് ദീർഘവർഷം പ്രിയപ്പെട്ട ശുശ്രൂഷ അനുഭവിച്ചു. സഭ പ്രിയപ്പെട്ട ശുശ്രൂഷ അനുഭവിച്ചു. വളരെ സന്തോഷത്തോടെ കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നു. എന്നാൽ എന്റെ കർത്താവിന്റെ ദാസൻ അവിടുത്തെ മുഖം കൊണ്ട് സന്തോഷിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ വലിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തെ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവ് നമ്മുടെ യേശു കർത്താവ് ഉയർത്തി ജീവിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാപത്തിന് വേണ്ടി ഒരിക്കലും മരിച്ചുവെന്നെങ്കിലും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരുന്നും സ്വർഗത്തിൽ ജീവിക്കുന്നതിന് സ്തോത്രം. ആ കർത്താവിന്റെ മുഖം കൊണ്ട് അവിടുത്തെ ദാസൻ സന്തോഷിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ ഒരു ദിവസം കർത്താവെ ഈ വഴിയായി അവിടുത്തെ സന്നിധിയിൽ അടുത്തുവരുമല്ലോ കർത്താവെ. പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അവിടെ കാണുമെന്ന് ഞങ്ങൾക്ക് വളരെ ഉറപ്പുണ്ട്, പ്രത്യാശയുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ കോടാനുകോടി വിശുദ്ധന്മാരെ അപ്പോസ്തലന്മാരെ ഞങ്ങൾ അവിടെ കാണും, പ്രവാചകന്മാരെ ഞങ്ങൾ അവിടെ കാണും, ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ കാണും. ഞങ്ങളുടെ കർത്താവായിരിക്കുന്നവരെ ആ സൗന്ദര്യ മുഖം ഞങ്ങൾ കാണും കർത്താവെ. കർത്താവിന്റെ ദാസൻ എന്റെ ശരീരം വിരൂപിയാണെങ്കിൽ കർത്താവെ വാർദ്ധക്യവും ക്ഷീണവും ഉണ്ടെങ്കിൽ പുതിയ ഉടനെ ധരിച്ച് പുതിയ ശോഭയോടുകൂടി അനുഗ്രഹിക്കപ്പെട്ടതിനെ അവിടെ കാണുമല്ലോ കർത്താവെ. ആ വലിയ പ്രത്യാശയോടുകൂടി അവിടുത്തെ ദാസന്റെ ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്നു കർത്താവെ. കുറ്റത്തോടെ അവിടുന്ന് സഹായിച്ചതിന്റെ സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശയെക്കുറിച്ചുള്ള വാക്കുകൾ ഞങ്ങൾ
ഞങ്ങൾക്ക് നിത്യമായുള്ളൊരു വാസസ്ഥലം ഒരുക്കുന്നതിന് സ്തോത്രം. അവിടെ ഞങ്ങളെല്ലാവരും ഒരു ദിവസം വന്നുള്ളൂ. ഈ കൂടാരമാകുന്ന ഭവനത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് വസിക്കുന്ന താഴെ എല്ലാ സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും ഞങ്ങൾ താഴെ കണ്ട് ആരാധിക്കുന്ന സുഖനുണ്ടല്ലോ താഴെ. ആ നല്ല നാളെ നോക്കി പാർക്കുന്നതിനും ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുന്നതിനും ഈ സന്ദർഭം സഹായിച്ചിരിക്കുന്ന സ്തോത്രത്തിൽ എല്ലാ നന്മകൾക്കും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരും ആശ്വസിപ്പിക്കുമാറാകണമേ. സകല ബുദ്ധിയെയും കവിഞ്ഞ ദിവസമാകുന്നുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ സെമിറ്ററിയിലേക്ക് പോയിട്ട് എല്ലാം അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണം പ്രിയ പിതാവേ. സർവ്വബഹുമാനം സർവ്വമഹത്വം സ്തുതിയോ സർവേശ്വരനായ യഹോവയ്ക്കു താനമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന ശുദ്ധാത്മാവിന്റെ സംസർഗമുണ്ടായിരുന്നു നാം എല്ലാവരോടും തുടർന്ന് ശുശ്രൂഷയോടും ഇപ്പോഴും എന്നെ ഉണ്ടായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം. തുടർന്ന് അത്യാവശ്യമായി കണ്ട് ചുമനം കൊടുക്കുന്നവർക്ക് ചുമനം കൊടുത്ത് ഓഫീസ് ക്ലോസ് ചെയ്ത് നമുക്ക് താമസിയാതെ തന്നെ നമുക്ക് സെമിറ്ററിയിലേക്ക് പോവാം. നിങ്ങളെ എല്ലാവരെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. അധികം ദുരിയാവരുത്. കൈ വെക്കാതെ, കൈ മുഖം മറയ്ക്കാന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കല്ലേ, മുഖം മറയ്ക്കാതെ കൈ മാറണേ. ആ ലൈറ്റ് ചൂട് നമ്മൾ അഴിപ്പിടാ അതൊക്കെ നിൽക്കാൻ പറയില്ല, തട്ടിക്കളത്തില്ലേ. നീ ഇത് വിട്ടിട്ട് അവിടെ ഇല്ലേ ഒരു സൈഡിൽ മുഖം മറയ്ക്കില്ല, മുഖം മറയ്ക്കാതെ അങ്ങോട്ട് കയറി അങ്ങോട്ട് നീക്കവരെ ഈ സൈഡിൽ അങ്ങോട്ട് നീങ്ങി ആടാ അങ്ങനെ മുഖം മറയ്ക്കാതെ കൂടെ അങ്ങോട്ട് അത് കിടക്കുന്ന അത് ഈ ലൈറ്റ് ഇപ്പുറത്ത് വിടാ, ഈ ലൈറ്റ് ഇപ്പുറത്ത് വാ. ഇവിടെ നിൽക്കാം. ചെയ്യ് ആ മുഖം മറയും. കൈ കണ്ടോരൊന്ന് ഒതുങ്ങിക്കണം. ഒന്ന് കണ്ടോരോ ഇച്ചിരി ഒന്ന് ഒതുങ്ങിക്കണം. ഈ അച്ഛനെ ഓടിക്കുന്നു. ആ വഴി ഒന്നൊതുങ്ങി കൊടുത്തരാട്ടോ, കണ്ടോരം മാറി. കൈ അച്ഛാ കൈ അങ്ങ് മാറി. കൈ പിടിക്കരുത്.
അങ്ങോട്ട് പിള്ളേർ നിന്ന് വരും കൈ മാറി കാട് ഉമ്മരക്കാടിന്റെ അങ്ങോട്ട് ആലായിരിക്കും അങ്ങോട്ട് വെക്കാൻ പറ മോനെ കൂട്ടാൻ നമ്പർ കൂടെ നമ്മളെ ഇച്ചിരി നല്ല ഇതായിട്ട് ഇച്ചിരി കൂടെ നീക്കിയാൽ മതി വേണ്ട മുഖം മറയ്ക്കാതെ പോടാ മുഖം മറച്ചു പോടാ
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രിയ പിതാവിന്റെ വ്രതശരീരവുമായി ഈ സെമിറ്ററിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഹൃദയത്തിൽ തിങ്ങി നിറയുന്ന ദുഃഖം ഉണ്ട് എങ്കിലും അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന വലിയ പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും താൻ പ്രിയം വെച്ചിരുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവത്തിന്റെ സമയത്ത് ചേർക്കപ്പെടുവാനും ഇടയായി എന്നുള്ളത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വക തരുന്ന വസ്തുതയാണ്. ആകയാൽ നമ്മൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ഈ ലോകത്തിലെ ജീവിതത്തിന് അവസാനം വരുത്തിക്കൊണ്ട് കർത്താവിന്റെ ദാസന്റെ ആത്മാവിനെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്ന അത്യുത്തമമായ അനുഭവത്തിലേക്ക് ചേർത്തു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നാം ഇതുപോലെ ഇപ്രകാരം തിരുവഴുത്തിൽ വായിക്കുന്നു, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതായി. മാത്രമല്ല 116 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായി. ഈ പ്രിയ പിതാവിന്റെ മരണത്തിലും കർത്താവ് പ്രസാദിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിത്യ വിശ്രമത്തിനായിട്ട് കർത്താവിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസം അതാണ്, നമ്മുടെ പ്രത്യാശ അതാണ്. ആകയാൽ നമുക്ക് ഈ പ്രിയ പിതാവിന്റെ മൃതശരീരം ഈ കല്ലറയിൽ സംസ്കരിക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ വേളയിൽ ഒടുവിലായി ദൈവവചനത്തിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ വായിച്ച് ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും.
അവർ അവരുടെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല. ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവരിതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. 22-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലൂടെ വായിക്കുന്നു. 3-4-5 വാക്യങ്ങളിലൂടെ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവരുടെ ദാസന്മാർ അവരെ ആരാധിക്കും. അവർ അവരുടെ മുഖം കാണും. അവരുടെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ദൈവത്തിന്റെ എല്ലാവും മഹത്വപ്രദമാകട്ടെ. നാം വളരെ പ്രത്യാശയോടുകൂടിയാണ് ഈ പ്രിയ പിതാവിന്റെ മൃതശരീരം ഈ തവണയിൽ സംസ്കരിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ബന്ധുമിത്രങ്ങൾക്കുമൊക്കെ ഈ പ്രത്യാശയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ സംസ്കാര ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ പ്രത്യാശയില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ അവരോടായിട്ട് ഒരു വാക്ക്. നാം തിരുവഴുത്തിൽ വായിക്കുന്നു, 2 നിലയിലുള്ള മരണമുണ്ട്. ഒന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവർ, 2 പാപങ്ങളിൽ മരിക്കുന്നവർ. ഈ 2 നിലയിലുള്ള മരണം നമ്മെ ഏവരെയും കാത്തിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശുവിനെ പാപപരിഹാരങ്ങളുടെ രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ പ്രത്യാശയോടുകൂടി ജീവിക്കുന്നവർ ക്രിസ്തുവിൽ ഭാഗ്യമരണം അനുഭവിക്കുന്നവരാണ്. എന്നാൽ അതേസമയം കർത്താവായ യേശുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കാതെ യേശു ക്രിസ്തുവിൽ കൂടി പാപമോചനം ലഭിച്ചുവെന്ന് ഉറപ്പ് ലഭിക്കാതെ നിത്യ ജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാതെ ഈ ലോകത്തിന്റെ മോഹങ്ങളിലും പാപത്തിന്റെ വഴികളിലും ദൈവഹിതത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഏറ്റവും ദുഃഖകരമായ ഒരവസാനമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയെ സംബന്ധിച്ച് നാം ഏവരും പ്രതീക്ഷിക്കുന്ന പുതുവാന ഭൂമിയെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഇവിടെ 7 കാര്യങ്ങൾ ഇല്ല എന്ന് നാം വായിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന്, നോ മോർ ഡെത്ത്, നോ മോർ മോർണിംഗ്, നോ മോർ ക്രൈം, നോ മോർ പെയിൻ, നോ മോർ കേഴ്സ്, നോ മോർ നൈറ്റ്, നോ മോർ ഓൾഡ് തിങ്സ്. അതായത് ഇനി മരണം ഉണ്ടാകുകയില്ല. ഇനി യാതൊരു വിധമായ ദുഃഖവും ഉണ്ടാകുന്നില്ല. അവിടെ കരച്ചിലുണ്ടാകുന്നില്ല. യാതൊരു വേദനയും അവിടെ ഉണ്ടാകുന്നില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ഇനി രാത്രി ഉണ്ടാകുന്നില്ല. അവിടേക്കും കുഞ്ഞാട് അതിന്റെ വിളക്കായിരിക്കുന്നത് കൊണ്ട് ആ സ്വർഗീയമായ തേജസ്സിൽ ആ പ്രഭാപുരത്തിൽ വിശുദ്ധന്മാരായിരിക്കുന്ന ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഈ വചന വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായതുമാണ് എന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇനി കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത, ദുഃഖമില്ലാത്ത, ഓർമ്മയില്ലാത്ത, യാതൊരു കഷ്ടതയും യാതൊരു വിധമായിരിക്കുന്ന വൈശാഖികമായ പ്രവർത്തനങ്ങളില്ലാത്ത ആ നിത്യതയുടെ തുറമുഖത്ത് പ്രിയപ്പെട്ട പിതാവിനെ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് മരണം ഒരു അന്ത്യമല്ല. പിന്നെയോ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണമേ നിന്റെ ജയമെവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോടായ പ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് മഹത്വം കരയേറ്റാം. നമ്മുടെ കർത്താവ് വരുവാൻ പോവുകയാണ്. ഞാൻ എടുത്ത് വായിക്കുന്നു, കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നൽകി വരും.
ക്രിസ്തുവിൽ മരിച്ചവർ ഭൂമിയെ ഉയർത്തുന്നതിലേക്കും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരെ എടുത്തുകൊള്ളപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും കർത്താവ് ആശ്വസിക്കട്ടെ, ദൈവിക സമാധാനം കൊണ്ട് നയിക്കട്ടെ. ഈ പ്രിയപിതാവിനെ വീണ്ടും ഏകീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ കർത്താവിനോടൊപ്പം വിശുദ്ധന്മാരോടുകൂടെ നമുക്ക് വീണ്ടും കാണാവുന്ന വലിയ പ്രത്യാശയോടുകൂടെ മൃതശരീരം നമുക്ക് ഈ കർമ്മം കേൾപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. ഒരുങ്ങാത്തവർ ഇപ്പോൾ കർത്താവിനായി ജീവിതം സമർപ്പിച്ചു കൊടുത്ത് ലോകബോധങ്ങളോട് പാവവഴികളോട് വിട പറഞ്ഞ് പാവങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി താങ്കളുടെ ക്രൂശിയാകമായിരുന്ന നമ്മുടെ പാപത്തിന്റെ ശിക്ഷണം ഏറ്റെടുത്തുകൊണ്ട് കൈകാലുകൾ കാര്യങ്ങളും ആളുകൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ശിരസമുഖീടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ക്രൂശ് നമുക്ക് വേണ്ടി നമ്മുടെ ശവമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മരണം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ വഴിയുന്ന ദൈവമായ യേശുവിനെ ഉള്ളത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് അല്ലയോ കർത്താവായ യേശുവേ, എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് ക്രൂശിൽ അനുഭവിച്ചത്. പാപം നിമിത്തം സഹിക്കപ്പെട്ട എന്റെ ശാപം മുഴുവൻ അവിടെ എനിക്ക് വേണ്ടി അനുഭവിച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവ് എന്റെ രക്ഷകന്റെ ദൈവവുമായി എന്റെ ഉള്ളത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ ജീവിതകാലം മുഴുവൻ എന്റെ ചിന്തായുസ് മുഴുവൻ അവിടുത്തെ പവിത്രനായിട്ട് ജീവിക്കുവാൻ എന്നെ സമർപ്പിച്ചതിനോട് ജീവിതത്തെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച മുഖാന്തരം പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ അവസരം നഷ്ടമാക്കരുത് എന്ന് ഞങ്ങളുടെ അപേക്ഷയുള്ള കർത്താവിനായിട്ട് സഹായിക്കരുത്. ദൈവമേ, നമ്മുടെ കർത്താവ് വരുന്നു. നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ഏവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അത് വലിയനാമം ഇരുവരെയും ബാധിക്കപ്പെടുമാറാകട്ടെ. പ്രത്യാശ അനുഗ്രഹിക്കപ്പെട്ടതായ
ജീവിതം മറ്റുള്ളവർക്ക് മാതിരിയായി പ്രശ്നങ്ങളും ചർച്ചക്കാര് എല്ലാവരെയും അവിടുത്തെ അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ പെരുമക്കളെ കൊച്ചുമക്കളെ മരുമക്കളെ ശുഭാവിശ്വാസത്തെ എല്ലാം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ കരങ്ങൾ പെരുമതമാണ് എങ്കിലോടുക്കാണ് പാടകത്ത് കരമെന്നും ജീവിക്കുന്നതായി അവനും എല്ലാവരും ഇവരെയും സാധിച്ചിട്ടായിരുന്നു തീരുമാനത്തിലേക്ക് കടന്നുവരുവാനും ദൈവം കൃപ ചെയ്യണമെന്ന് മനുഷ്യന്മാരെ തീരുവയുള്ള ആശങ്കകളുമ്പോൾ എല്ലാ സ്നേഹിതായി കാണാവുന്ന പ്രത്യാശപ്പെടുന്നു. അവിടുത്തെ ഈ ദൃശ്യം പ്രാർത്ഥിക്കുന്നതിനായി അവിടുത്തെ പുത്രങ്ങളുടെ പിതാവായ ക്രിസ്തുയേശുവിന്റെ വിവേകനാമത്തിൽ വീക്ഷിക്കുന്നു. കേൾക്കുമാറണമേ. ഞങ്ങളുടെ പിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാവുന്നു. പിതാവിന്റെ വേർപാട് ദുഃഖത്തിൽ അനുഭവിക്കുന്ന ഭരണക്കാരെ മക്കളെ കൊച്ചുമക്കളെ വിശ്വാസികൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവർ ചുമതല ചെയ്ത് ഓഫറിൽ വെച്ച് അപ്പുറത്ത് വാഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. നിങ്ങളുടെ അറിയിപ്പോട് കൂടി ശ്രദ്ധിക്കണമേ. ഗേറ്റില് ലഭിക്കുന്നതാണ്. ഒരു ഭാഗത്തിലുള്ള ചിതറിച്ചിടരുത്. അതിനെക്കുറിച്ച് ചില പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഭാഗത്തവിടെ കൂട്ടിയിട്ട് അവിടെ അനുവദിക്കുന്നു. കൂടാതെ തങ്കത്തിന്റെ ഭവനത്തിൽ ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. അത് പ്രിയപ്പെട്ടവർ അനുഭവിച്ചിട്ട് പോകണമെന്ന് അറിയിക്കുന്നു. നമ്മെ സഹായിക്കും. ചുമനം കൊടുത്തവർ പുറയിലോട്ട് മാറിയാട്ടെ.
മുഖം മൂടിയിട്ട് കാലിഞ്ഞോ തല കർത്താവേ, സ്വർഗീയ 86 വർഷം കർത്താവേ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് അനുവാദം കൊടുത്തുകൊണ്ട് സ്തോത്രം. മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും ഒക്കെ നൽകിക്കൊടുത്ത് അവരുടെയൊക്കെ സന്തോഷം കാണുവാൻ അവിടുന്ന് ഇടയാക്കിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവിന്റെ സമയത്ത് കർത്താവെ വിളിച്ചു ചേർക്കുവാൻ അവിടുന്ന് പ്രസാദിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ഇന്ന് പകൽക്കാലം വീണ്ടും ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വേഗം വരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ പിതാവിനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ ഞങ്ങളുടെ കണ്ണുനീർ മാറും. കർത്താവെ, മരണം മാറുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളെനിക്ക് സ്തോത്രം ചെയ്തു. കർത്താവെ, എന്നേക്കും കർത്താവിനോട് കൂടെ ജീവിക്കുന്ന വലിയൊരു പ്രത്യാശ ദിനം ഞങ്ങളുടെ മുൻപിലുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ ഹൃദയങ്ങളെയും കർത്താവെ വലിയ പ്രത്യാശയാൽ അവിടെ നിറയ്ക്കണം അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടാനും ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും നാം എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.